ഗുഡ് മോർണിംഗ്. രാവിലെ ഡോറ് തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇവരെ 4 പേരെയാണ് ഞാനിന്ന് കണി കണ്ടേക്കുന്നത്. ഇന്നത്തെ ദിവസം മോശമായാൽ ഇവരാണ് ഉത്തരവാദി. എന്തായാലും ആചാരങ്ങൾ പണ്ടുപോലെ കേട്ടിട്ടുള്ള കാര്യമാണ്. കണി കണ്ട് ആദ്യം കാണുന്ന ആളെ കണി കണ്ട് കൊള്ളൂല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മോശമാണെന്ന്. നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇങ്ങനത്തെ ആചാരം? രാവിലെ കണി കാണുന്ന ആളിനെ പോലെ ആയിരിക്കും പിന്നെയുള്ള സ്വഭാവം എന്നൊക്കെ കുഞ്ഞിലെ പോലെ കേൾക്കാറുണ്ട്. ഞാനിങ്ങനെ മുറ്റത്തിറങ്ങി എല്ലാ ചെടികളെയും കണി കാണും. എന്നിട്ട് ചായ എടുത്ത് കിച്ചണിലേക്ക് പോയി. അപ്പം 3 പേരെയും വിടാനുണ്ട്. ഒരാൾ ഓഫീസിലും 2 പേര് സ്കൂളിലും പറഞ്ഞേക്കാനുണ്ട്. അപ്പം ഞാൻ രാവിലെ ഉറങ്ങുന്നേറ്റ ഉടനെ ഒരു തിരി കൊളുത്തി ഇങ്ങനെ ജനലിൽ വെക്കും. എനിക്ക് അതിൻ്റെ മണം അടിച്ചിട്ട് ജോലി ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കിച്ചൺ ഭാഗത്ത് ജനൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. കുറേ ചെടികൾ നട്ടിട്ടുണ്ട്. എവിടെ നോക്കിയാലും ചെടിയാണല്ലോ എന്ന് എല്ലാവരും ചോദിക്കും. ഈ കിച്ചൺ വശത്ത് ജനൽ തുറക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് വേണ്ടേ? അധികം മുറ്റമൊന്നുമില്ല, ഇത് സൈഡാണ്. അപ്പം ഞാൻ എല്ലാവർക്കും ചോറിൻ്റെ കൂടെ കൊടുക്കാനായിട്ട് മുട്ടയൊക്കെ വറുത്ത് വെച്ചു. ചായ എനിക്ക് ആസ്വദിച്ച് കുടിക്കുന്നതാണ് ഇഷ്ടം. എന്നാൽ ഈ ജോലിയുടെ ഇടയിലും ചായ കുടിച്ചാണ് ജോലി ചെയ്യണത്. അപ്പോൾ എൻ്റെ കിച്ചൺ വശത്ത് ആദ്യം തന്നെ നമുക്ക് കാണാം ഇങ്ങനെ സൂര്യ ഉദിച്ചു വരുന്നത്. നമ്മളിവർക്കൊക്കെ പേരിട്ടു കേട്ടോ. പേരെന്താണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. മുകളിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ എപ്പോഴും കാറ്റടിക്കുന്നതുകൊണ്ട് മെനിഞ്ഞാന്നും ഇന്നലെയൊക്കെ തൂത്തിട്ട് ക്ലീൻ ചെയ്തിട്ടുന്നതാണ്. വീണ്ടും എല്ലാം നിലത്തൊക്കെ ചവറ് വീണ് കിടപ്പുണ്ട്. ഇതാണ് പുഷ്കരമുല്ല. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു വീഡിയോയിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ചോദിച്ചു ഈ പുഷ്കരമുല്ല എന്താണെന്ന്. ഇതിന് വേറെ എന്തൊക്കെ പേരുണ്ട്, നമുക്ക് വായിൽ കൊള്ളാൻ പറ്റാത്ത അത്രയും ഗുമ്മുള്ള പേരുകളാണ്. എനിക്കതൊന്നും പറയാറില്ല. അതുകൊണ്ട് ഞാൻ പുഷ്കരമുല്ല, നമുക്ക് പുഷ്കൂന്ന് വിളിക്കാം. അപ്പോൾ ഈ പുഷ്കരമുല്ല ചെറിയൊരു മണമാണുള്ളത്. നല്ല രസമാണ്. കുലുകുലിയായിട്ട് ഫ്ലവർ വരും. ഇതുപോലെ ഒരു പെരുകെന്ന് പറഞ്ഞിട്ടൊരു കാട്ടുചെടിയുണ്ട്. അതിനെ പോലെയാണ് ഇരിക്കുന്നതെങ്കിലും ഓഫ് വൈറ്റ് കളറാണ്. കുലുകുലിയായിട്ട് പോരും. കുഞ്ഞ ഇലകളാണ്. നല്ല രസമാണ് കേട്ടോ. ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്തും നിലത്ത് വളർത്തിയും എടുക്കാം. നിലത്താണ് വളർത്തുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റ് വെച്ച് മരം പോലെയായി പൂത്തു നിൽക്കും. ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗ് വിശേഷങ്ങൾ. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.